എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടെ നിറഞ്ഞ മനസ്സോടെ വേദ സന്ദേശം സുപ്രഭാത വേദ സന്ദേശത്തിലേക്ക് സുസ്വാഗതം. നമ്മളുടെ വേദ പ്രാർത്ഥനാ ശ്രവണം അതിന് വലിയൊരു ലക്ഷ്യമുണ്ട്. പക്ഷെ ആ വലിയ ലക്ഷ്യം ചെറിയൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനാണ്. വേദം പഠിക്കുക, വേദം പഠിപ്പിക്കുക രണ്ടും ബുദ്ധിമുട്ടാണ്. പക്ഷെ വേദം കേൾക്കുക, വേദത്തിൻ്റെ ക്ലാസ് അല്ലെങ്കിൽ വേദത്തിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക, അത് വളരെ എളുപ്പമാണ്. എല്ലാവരെയും വേദം കേൾപ്പിക്കുക. എന്തിനാണത്? വേദം എന്താണ് എന്നറിയാം. നമ്മളുടെ ആഘോഷങ്ങളെല്ലാം പോസിറ്റീവാണ്. എല്ലാ ആഘോഷങ്ങളും മനസ്സിനെ ഉയർത്താനാണ്. മനുഷ്യ മനസ്സ് തളരും, നമ്മളുടെ ശരീരവും തളരും. നമ്മൾ നിരന്തരം കുളിക്കുന്നു, നിരന്തരം ഭക്ഷണം കഴിക്കുന്നു, നിരന്തരം നമ്മൾ കർമ്മനിരതരാകുന്നു. അപ്പൊ ശരീരത്തിന് അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവും, മനസ്സിനും അതിൻ്റെതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവും. അതെല്ലാം മാറ്റാൻ നല്ല കഥകൾ കേൾക്കുക, നല്ല അനുഭവങ്ങൾ കേൾക്കുക, നല്ല ഉപദേശങ്ങൾ കേൾക്കുക, നല്ല ജീവിത യാഥാർത്ഥ്യങ്ങൾ കേൾക്കുക. പ്രകൃതി നമ്മുടെ മുമ്പിൽ നന്മകളും തിന്മകളും നിരത്തി വെച്ചിട്ടുണ്ട്. അതിലെടുക്കേണ്ടത് നമുക്ക് എടുക്കാം. ആ സ്വാതന്ത്ര്യം പ്രകൃതി നമുക്ക് തന്നിരിക്കുകയാണ്. ഓരോ ചെടിയും സൂര്യപ്രകാശവും വെള്ളവും മണ്ണിലെ വളവും ഉപയോഗിച്ച് അതിനതിനിഷ്ടമുള്ള പ്രോഡക്റ്റുകളാണ് ഓരോ ചെടിയും ഉണ്ടാക്കുന്നത്. അതേപോലെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതിൽ നിന്നും നമ്മളെ നമുക്ക് ഇഷ്ടമുള്ളതാക്കി മാറ്റാൻ സാധിക്കും. ഓരോ അക്ഷരങ്ങളും ഉപയോഗിച്ച്, വാക്കുകൾ ഉപയോഗിച്ച് കവികൾ എത്ര ഗംഭീരമായിട്ടുള്ള കവിതയാണ് എഴുതുന്നത്, എത്ര ഗംഭീരമായിട്ടുള്ള സിനിമാ പാട്ടുകളാണ് എഴുതുന്നത്, എത്ര ഗംഭീരമായിട്ടുള്ള സന്ദേശങ്ങളാണ് അക്ഷരങ്ങൾ ചേർത്ത്, പദങ്ങൾ ചേർത്ത് വരികളാക്കി നമ്മൾക്ക് തരുന്നത്. അതേപോലെ നമ്മുടെ മുമ്പിൽ കേൾക്കാനും കാണാനും ചർച്ച ചെയ്യാനും ചിന്തിക്കാനും ധാരാളം ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളതെടുത്ത് നമ്മളെ നല്ല ഒരു മനുഷ്യനാക്കി അകത്തും പുറത്തും നന്മയുടെ പ്രതീകമാക്കി മാറ്റാനുള്ള വേദ പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഒന്നാമത്തെ മണ്ഡലത്തിലെ 27ാമത്തെ സൂക്തത്തിലെ 4ാമത്തെ റിക്ക് മുതൽക്കുള്ളതാണ് നമ്മുടെ ഇമാമൂഷോത്വമസ്മാകം സരിം ഗായത്രം നവ്യാം സമഗ്നേ ദേവേഷു പ്രവോചഃ. അഗ്നിസ്വരൂപനായ ചൈതന്യവത്തായ ജഗദീശ്വര, വിദ്യയുടെ പ്രതീകമായ ജഗദീശ്വര, വിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ ജഗദീശ്വര, മംഗളകർമ്മങ്ങളുടെ അക്ഷയഗനിയായ അവിടെ നിന്ന് സൃഷ്ടിയുടെ തുടക്കത്തോടെ ഈ പ്രകൃതിയും പ്രപഞ്ചത്തിൻ്റെയും ചൈതന്യം ആചാര്യന്മാർ തുടങ്ങിയവരുടെ ഹൃദന്തങ്ങളിൽ എത്തിച്ചു. പ്രകൃതിയിലെ ചൈതന്യം ആചാര്യന്മാരുടെ മനസ്സുകളിൽ എത്തിച്ചു. അവര് തലമുറകളായിട്ട് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജഗദീശ്വര അവിടെ നിന്ന് വിജ്ഞാനത്തിന്റെ സ്രോതസ്സായി അതിശയകരങ്ങളായ പുതിയ അറിവുകളെ അവിടെ നിന്ന് പ്രദാനം ചെയ്തു. അവിടെ നിന്ന് അതിശയകരമായ അറിവുകൾ പ്രദാനം ചെയ്യുക. പ്രകൃതിയെക്കുറിച്ച് പഠിക്കാൻ ഇറങ്ങി പുറപ്പെട്ട എല്ലാ വിദ്യാർത്ഥിക്കും പുതിയ സസ്യങ്ങളെക്കുറിച്ചും ജന്തുക്കളെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും പുതിയ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെക്കുറിച്ചും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും പുതിയ അറിവുകൾ അവിടെ നിന്ന് ജഗദീശ്വര പ്രദാനം ചെയ്തു. ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകളിൽ ഉള്ളതായ ഉരുവിടുന്ന മന്ത്രങ്ങളുടെ ആന്തരാർത്ഥം സർവ പ്രാണികൾക്കും നന്മ വരുത്താനുള്ള വേദ സന്ദേശമായി മാറി. ആത്മനിർവൃതി പകരുന്ന സന്ദേശങ്ങളായി മാറി. 4 വേദങ്ങളെയും ജഗദീശ്വര അറിവുകളായിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്രകാരം ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ മസ്തിഷ്കത്തിലും ഞങ്ങളുടെ ബുദ്ധിയിലും നിശ്ചയമായും അവിടുത്തെ ഉപദേശം എക്കാലവും നിലനിൽക്കും. ജഗദീശ്വര അവിടുത്തെ ഉപദേശം ഞങ്ങളിൽ എന്നും നിലനിൽക്കും. ആനോ ഭജപരമേഷ്വാജേഷു മധ്യമേഷു ശിക്ഷാവസ്വോ അന്തമസ്യ. അല്ലയോ ജഗദീശ്വര, അറിവുള്ളവനെ, ഹേ വിജ്ഞാനമുള്ളവനെ, സർവോത്തമമായ സ്വർഗീയമായ നേട്ടമുണ്ടാക്കി തരുന്ന തിന്മകൾക്കെതിരെയുള്ള യുദ്ധത്തില്, അനാദി ആയി ലഭിക്കുന്ന ലാഭത്തില്,
അനാദിയായി ലഭിക്കുന്ന, അനന്തമായി ലഭിക്കുന്ന ഐശ്വര്യത്തില്, അന്തരിക്ഷ ലോകത്തിലുള്ള സുഖോപഭോഗങ്ങളിലും, എല്ലാ സുഖങ്ങളിലും സന്തോഷങ്ങളിലും, രഥങ്ങളിലെ യാത്രകളിലും ഞങ്ങൾക്ക് അനുഭവിക്കുന്ന ആനന്ദം, അവസാനത്തേതായ ഭൂലോക സംബന്ധമായ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നതിൻ്റെ അവസാന ദിവസം വരെ നമുക്ക് ആ സന്തോഷവും ആനന്ദവും പകരാൻ ഇടവരട്ടെ. അശന ശയനാദി സുഖഭോഗങ്ങളിലും ഞങ്ങളെ ശരിയായി എത്തിച്ചാലും, നല്ല രീതിയിലുള്ള ഭക്ഷണം, നല്ല രീതിയിലുള്ള സുഖകരമായ ജീവിതം, അശനം ഭക്ഷണം, ശയനം ഉറക്കം, ഇവയിലെല്ലാത്തിലും ഞങ്ങൾക്ക് സുഖകരമായ ആനന്ദകരമായ അനുഭവങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി തന്നാലും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അറിവുകളും സമസ്ത വിദ്യയും ധനവും ഞങ്ങൾക്ക് തന്നരുളിയാലും വിഭക്താസി ചിത്രഭാനോ സിന്ധോരോർമാ ഊപാക ആ സദ്യോദാശുഷേ ക്ഷരസി. പലതരത്തിലുള്ള രശ്മികളോട് കൂടിയ സ്വരൂപനെ, ചൈതന്യത്തിന്റെ പ്രതീകമായ ജഗദീശ്വര, പലതരത്തിലുള്ള അറിവിന്റെ ഉറവിടമായ വിദ്വാനെ, അവിടുന്ന് സമുദ്രത്തിന്റെ, നദി തുടങ്ങിയ ജലാശയത്തിന്റെ സമീപത്ത് ജലഗണങ്ങളെ ഓളങ്ങൾക്ക് തുല്യമായി ഒന്നിനു പുറകെ ഒന്നായി വെളിവാക്കുന്ന ജ്ഞാനത്തെ പോലെ ഓരോ അറിവും ഞങ്ങൾക്ക് ഒന്നിനു പുറകിൽ ഒന്നായിട്ട് തിരമാലകൾ പോലെ ഞങ്ങളുടെ മസ്തിഷ്കത്തിലേക്ക്, മനസ്സിലേക്ക് എത്തിച്ചാലും വേർതിരിക്കുന്നവനാകുന്ന ഓരോ പദാർത്ഥത്തിന്റെ അറിവും വേർതിരിച്ച് ഞങ്ങൾക്ക് നൽകിയാലും അറിവിന്റെ സങ്കലനത്തെ മാറ്റി പ്രത്യേകമായിട്ടുള്ള അറിവാക്കി ഞങ്ങൾക്ക് നൽകിയാലും വിദ്യയുടെ ഉപാസകന് വേണ്ടി ഞങ്ങൾ ഇതാ അങ്ങയുടെ മുമ്പിൽ യാചിക്കുന്നു. യജ്ഞഫലമായി ഞങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞാലും യജമാനു വേണ്ടി, രാജാവിനു വേണ്ടി ധന്യമായി ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. വിജ്ഞാനോപദേശത്തെ നല്ലവണ്ണം ചൊരിയുന്നവനായി തീരുക. യമഗ്നേ പ്രത്സുമർത്യമാവാജേഷു യം ജുനാഹ സയന്താ ശശ്വതീരിഷാഃ. ബലം കൊണ്ടും തേജസ് കൊണ്ടും ഒന്നാമനായവനെ ജഗദീശ്വര, ഹേ അഗ്നിദേവ, ഏതൊരു സാധകനായ മനുഷ്യനെ, സാധകനായ ധർമ്മബോധമുള്ള യജ്ഞ പൈതൃകമുള്ള മനുഷ്യനെ, യാജ്ഞിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനെ ധർമ്മയുദ്ധത്തിൽ, ജീവിതത്തിലെ വെല്ലുവിളികളിൽ അവിടെ നിന്ന് സഹായിക്കുന്നു, അവിടെ നിന്ന് സംരക്ഷിക്കുന്നു. ധർമ്മത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ വെല്ലുവിളികളെ നേരിടാൻ ധർമ്മബോധമുള്ളവരെ പ്രേരിപ്പിക്കുന്നു. ശാശ്വതമായ ഈ പ്രവൃത്തികൾ കൊണ്ട് പ്രജകളുടെ നിരന്തര സംരക്ഷണം, പ്രജകളുടെ രക്ഷ സാധ്യമാക്കുന്നു, അന്ന സംരക്ഷണം നിലനിർത്തുന്നു. അപ്രകാരമുള്ള അഗ്നിദേവ, അങ്ങ് പ്രപഞ്ച നിയന്താവാണ്, വ്യവസ്ഥാപകനാണ്. അടുത്തത് നഖീരസ്യ സഹന്യപര്യേതാകയസ്യ ചിത് വാജോ അസ്തി ശ്രവായ്യാഹ. സഹിക്കാനും പൊറുക്കാനും കഴിവുള്ളവനെ, ഞങ്ങളെയും അപ്രകാരം തന്നെ സഹിക്കാനും പൊറുക്കാനും അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാനും ശക്തി നൽകുക. ശത്രുക്കളുടെ അഹങ്കാരം ശ്രമിപ്പിക്കുന്നവനെ, ശത്രുക്കളുടെ ജേതാവേ, ധർമ്മത്തെ ലംഘിക്കാത്ത ശത്രു സംഹാരത്തെ ഞങ്ങൾക്കും ശക്തിയായിട്ട് അനുഗ്രഹത്തിലൂടെ നൽകുക. സർവരിലും കൃപ ചൊരിയുന്നവനെ, സർവരിലും കൃപ ചൊരിയാൻ ഞങ്ങളെ അനുഗ്രഹിക്കുക. സർവരെയും നേരിടുന്ന അവിടുന്ന് ശത്രുവിനെ ഹനിക്കാൻ പോന്നവന്റെ, വീരന്റെ ചെവിക്കൊള്ളാൻ യോഗ്യമായ, ധാർമ്മികമായി സഹായം അർഹിക്കുന്ന ഏതൊരു ധർമ്മയുദ്ധമുണ്ടോ ആ ധർമ്മയുദ്ധത്തിൽ ഞങ്ങളെ സഹായിച്ചാലും, ധർമ്മ സംരക്ഷണത്തിൽ എന്ത് സഹായവും ഞങ്ങൾക്ക് ചെയ്തു തന്നാലും, ധർമ്മത്തെ സംരക്ഷിക്കുന്ന ആ വ്യക്തികൾക്ക് അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്താലും, സവാജം വിശ്വചർഷണീ വിപ്രേഭിരസ്തു സനീതാഃ. എല്ലാവരെയും രക്ഷിക്കുന്നവനായ ജഗദീശ്വര, വിശ്വചർഷണി, എല്ലാവരെയും രക്ഷിക്കുന്നവനായ ജഗദീശ്വര, എല്ലാവരിലും ഊർജ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ജഗദീശ്വര, സമസ്തവും നേരിൽ കാണുന്നവനായ ജഗദീശ്വര, യുദ്ധമാകുന്ന വൈതരണി കടത്തിവിടുന്ന ദുഃഖസാഗരം തരണം ചെയ്യിപ്പിക്കുന്ന ആ സമാധരണീയനായ അഗ്നിദേവ, അശ്വാദികളോട് കൂടിയ ശീഘ്രമാർഗത്തിലൂടെ അധർമ്മത്തെ തകർക്കാൻ ബുദ്ധിയും ശക്തിയും ഞാൻ ഒത്തിണങ്ങിയവരാക്കി തീർക്കുക.
ഞങ്ങളെ ധർമ്മയുദ്ധത്തിലെ വിജയത്തിൻ്റെ എല്ലാ നന്മയും ഫലദാതാവായി അവിടെ നിന്ന് അനുഗ്രഹാശിസുകൾ ചൊരിയുക. സ്തോമം രുദ്രായ ദൃശീകം. കീർത്തിമാനായ സേനാധിപ, ഗുണസ്തുതികൾ കൊണ്ട് വിളങ്ങുന്നവനെ, കീർത്തിമാനായ സേനാനായക, സേനാധിപ, ഗുണസ്തുതികൾ കൊണ്ട് വിളങ്ങുന്നവനെ, അവിടുന്ന് എന്തുകൊണ്ടാണോ പ്രാണികളുടെയും പ്രജകളുടെയും സുഖത്തിനു വേണ്ടി യജ്ഞങ്ങളും പാവന കർമ്മങ്ങളും ചെയ്യുന്നത് കൊണ്ടുള്ള ഫലത്തിനു വേണ്ടി, ഗവേഷണം കൊണ്ടുള്ള ഫലത്തിനു വേണ്ടി ശത്രുക്കളെ കണ്ണുനീരിൽ ആഴ്ത്തുന്നവനായി തീരുന്നത്, ശത്രുക്കളെ, ധർമ്മത്തിന്റെ ശത്രുക്കളെ കണ്ണുനീരിൽ ആഴ്ത്തുന്നവനായി തീരുന്നത്, കാണാനും കേൾക്കാനും യോഗ്യമായ, ഉൾക്കൊള്ളാനും യോഗ്യമായ ഇതാ വേദമന്ത്ര സ്തുതികളിലൂടെ സമൂഹത്തിലെ ജനങ്ങൾ അങ്ങയുടെ ഗുണവർണ്ണങ്ങളെ വിശേഷ രൂപത്തിൽ ഇതാ സമർപ്പിക്കുന്നു. അത് അവിടെ നിന്ന് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. സനോ മഹാങ് ആനിമാനോ ധൂമകേതു പുരശ്ചന്ദ്രധിയേ വാജായ ഹിൻവദോ. ധൂമശിഖയോടുകൂടിയ അല്ലയോ അഗ്നിദേവ, ശത്രുക്കളെ ഭയഭീതരാക്കുന്ന അഗ്നിദേവ, കൊടുക്കൂറയോട് കൂടിയവനെ, പുക കൊണ്ട് സാന്നിധ്യം വിളിച്ചോതുന്നവനെ, പുക കൊടിയടയാളമായിട്ടുള്ളവനെ അഗ്നിദേവ, അനേകം പേർക്ക് ആഹ്ലാദം കൊടുക്കുന്നവനെ, ശാന്തി കൊടുക്കുന്നവനെ, ഉത്സാഹം കൊടുക്കുന്നവനെ, മഹാബലിശാലിയായവനെ, മഹാനായ അഗ്നിദേവ, കർമ്മപദത്തിലും വിജ്ഞാനപദത്തിലും ബൗദ്ധിക തലത്തിലും അന്നവിഷയത്തിലും ധനധാന്യ വിഷയത്തിലും വിജ്ഞാന വിഷയത്തിലും ധർമ്മയുദ്ധം വിജയിക്കുന്ന വിഷയത്തിലും ഞങ്ങളിതാ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടെ നിന്ന് തൃപ്തരാക്കുക, ഞങ്ങളെ ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക, ധർമ്മത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളുടെ പ്രണാമം. വളരെ ധന്യമായിട്ടുള്ള വരികളാണ് ഇതിലുള്ളത്. ഏതായാലും എല്ലാം നന്മയുടെ പര്യായവും തിന്മയെ ഉന്മൂലനം ചെയ്യാനും നമ്മളെ അറിയിക്കുന്നതാണ് വേദമന്ത്രങ്ങൾ. എല്ലാവർക്കും പ്രണാമം, നമസ്കാരം.